ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിഗത വിവരങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. യഥാർത്ഥ പേര് എന്ന് പറയുന്നത് അയ്യപ്പൻ എന്നതാണ്. ബാല്യകാല പേര് കുഞ്ഞൻപിള്ള എന്നായിരുന്നു. അദ്ദേഹം ജനിച്ചത് എന്നാണ് 1853 ഓഗസ്റ്റ് 25 കൊല്ലൂർ കണ്ണമ്മൂല തിരുവനന്തപുരത്താണ് അദ്ദേഹം എന്ത് ചെയ്തത്, ജനിച്ചത്. അപ്പോൾ യഥാർത്ഥ പേര് അയ്യപ്പൻ, ബാല്യകാല പേര് കുഞ്ഞൻപിള്ളയാണ്. ജനനം 1853 ഓഗസ്റ്റ് 25, ജന്മസ്ഥലം കൊല്ലൂർ കണ്ണമ്മൂല തിരുവനന്തപുരം, വീട്ടുപേര് ഉള്ളൂർക്കോടെന്നാണ്. അദ്ദേഹത്തിൻ്റെ തൊഴിൽ, അദ്ദേഹം ആദ്യകാലം ജോലി ചെയ്തിരുന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലെ ക്ലർക്കായിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ജീവിതം ആരംഭിച്ചത്. അദ്ദേഹം സമാധി അണഞ്ഞത് 1924 മെയ് 2 പന്മനയിൽ വെച്ച് ആയിരുന്നു. ഇനി സമാധി സ്ഥലത്ത് ക്ഷേത്രം എന്ന് പറയുന്നത് ശ്രീ ബാലഭട്ടാരക ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ മറ്റു പേരുകളും വിശേഷണങ്ങളും നമുക്ക് നോക്കാം. അയ്യപ്പൻ എന്നും കുഞ്ഞൻപിള്ള എന്നറിയപ്പെട്ടിരുന്നു, ഷൺമുഖദാസൻ എന്നറിയപ്പെട്ടിരുന്നു. ഷൺമുഖദാസൻ എന്ന് പറയുന്ന പേര് നൽകിയത് നമ്മുടെ തൈക്കാട് അയ്യയാണ്. വിദ്യാധിരാജ ഏറ്റുയോഗം നൽകിയ പേരാണ് വിദ്യാധിരാജ. ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ, സർവ്വ വിദ്യാധിരാജ എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹത്തിനെ അറിയപ്പെട്ടിട്ടുണ്ട്. പ്രധാന വിശേഷണങ്ങളെന്ന് പറയുന്നത് കാവ്യവസ്ത്രം ധരിക്കാത്ത സന്യാസി, PYQ ആണ്. എന്താണ് കാവ്യവസ്ത്രം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് നേതാവ് ആരെന്ന് പറഞ്ഞ് ചോദിക്കും. അത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. തലപ്പന്ത് കളിയിൽ അഗ്രഗണ്യനായ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? നമ്മുടെ ചട്ടമ്പി സ്വാമികളാണ്. ശ്രീനാരായണ ഗുരു നൽകിയ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? സർവജ്ഞനായ ഋഷി, എല്ലാം അറിയുന്ന ഋഷി എന്നറിയപ്പെട്ടിട്ടുണ്ട്. പരിപൂർണ കലാനിധി എന്നും അദ്ദേഹത്തിന് എന്ത് ചെയ്തിരുന്നു, ശ്രീനാരായണ ഗുരു വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇനി സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞത് എന്തൊക്കെയാണ്? മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്നത് വേദാധികാര നിരൂപണം എന്ന പുസ്തകത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പ്രധാന കൃതികൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ? വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, ആദിഭാഷ, അദ്വൈത ചിന്താ പദ്ധതി, ജീവകാരുണ്യ നിരൂപണം, ക്രിസ്തുമത ഛേദനം, ക്രിസ്തുമത നിരൂപണം, സർവമത സാമരസം, പുനർജന്മ നിരൂപണം, നിജാനന്ദ വിലാസം, മോക്ഷപ്രദീപ ഖണ്ഡനം. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപത്തെ എതിർത്ത് എഴുതിയതാണ് ഏതെന്ന് പറയുന്നത് ചോദിക്കാം കേട്ടോ, മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ നമുക്ക് ഗുരുക്കന്മാരും ശിഷ്യനൊക്കെ നോക്കുകയാണെങ്കിൽ ആദ്യകാല ഗുരു പേട്ടയിൽ രാമൻപിള്ള ആശാനാണ്. ജ്ഞാനോദയം ലഭിച്ച സ്ഥലം എന്ന് പറയുന്നത് വടവീശ്വരം, തമിഴ്നാട്ടിലുള്ള വടവീശ്വരത്ത് വെച്ചാണ്. നമ്മൾ ബുദ്ധന് ജ്ഞാനോദയം ലഭിച്ചതുപോലെ അല്ലേ അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലമാണ് ഏതെന്ന് പറയുന്നത് വടവീശ്വരമാണ്, തമിഴ്നാട്ടിലാണ് ഉള്ളത്. ഇനി ശ്രീനാരായണ ഗുരുവായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയത് 1882 അനിയൂർ ക്ഷേത്രം, അതായത് ചെമ്പഴന്തി, അവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ. സ്വാമി വിവേകാനന്ദനുമായിട്ടുള്ള കൂടിക്കാഴ്ച 1892 എറണാകുളത്ത് വെച്ച് ഡോക്ടർ പൽപ്പു ആണ് അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തിയത്. വിവേകാനന്ദന് ചിന്മുദ്രയുടെ മഹാത്മ്യം വിവരിച്ചു കൊടുത്തു അദ്ദേഹം. ഓക്കെ, പ്രധാന ശിഷ്യന്മാരാരാ? ബോധേശ്വരൻ, സ്വാമി നീലകണ്ഠ തീർത്ഥപാദ പരമഹംസർ, ശ്രീരാമാനന്ദ തീർത്ഥപാദർ, തിരുനെല്ലി കൃഷ്ണൻ വൈദ്യരൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യന്മാരാണ്. ഇനി അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പരിഷ്കരണങ്ങളും നിലപാടുകളും നമുക്ക് നോക്കാം. അനാചാരങ്ങൾക്കെതിരെ, അതല്ലേ, അയിത്തം, താലികെട്ട് കല്യാണം, തിരണ്ടുകുളി, അതുപോലെ തന്നെ എന്നിവയ്ക്കെതിരെ പോരാടിയ ഒരു മഹത് വ്യക്തിയായിരുന്നു അദ്ദേഹം. പന്തിഭോജനം അദ്ദേഹം നടത്തി, അല്ലേ, സാമൂഹ്യ ഉച്ചനീചത്തിനെതിരെ പന്തിഭോജനം അദ്ദേഹം സംഘടിപ്പിച്ചു. പിന്നെ അതുപോലെ തന്നെ പ്രധാന വചനം എന്താണ്? ജാതി വ്യവസ്ഥയുടെ കെട്ടുകൾ ഇല്ലാതാകുന്നതിന് പരിഹാരം ക്ഷേത്രങ്ങൾ സ്ഥാപിക്കലല്ല, ക്ഷേത്രങ്ങളിൽ നിന്ന് ജാതിഭൂതങ്ങളെ അടിച്ച് പുറത്താക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞത് ചട്ടമ്പി സ്വാമികളാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ജാതി വ്യവസ്ഥയുടെ കെട്ടുകൾ ഇല്ലാതാക്കുന്നതിന് പകരം ക്ഷേത്രങ്ങൾ സ്ഥാപിക്കലല്ല, പരിഹാരം എന്ന് പറയുന്നത് ക്ഷേത്രം സ്ഥാപിക്കുന്നതല്ല, പിന്നെ ക്ഷേത്രങ്ങളിൽ നിന്ന് ജാതിഭൂതങ്ങളെ അടിച്ച് പുറത്താക്കുകയാണ് വേണ്ടത്. ഇനി അദ്ദേഹത്തിൻ്റെ അനുസ്മരണ കൃതികൾ നമുക്ക് നോക്കാം. ജീവകാരുണ്യ ദിനമായിട്ട് ഓഗസ്റ്റ് 25 ആചരിക്കുന്നുണ്ട്. ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമാണ്. അഞ്ചൽ സ്താമ്പ് 2014 ഏപ്രിൽ 30 ഇന്ത്യൻ തപാൽ വകുപ്പ് തപാൽ സ്താമ്പ് പുറത്തിറക്കി. സമാധി വിലാപകാവ്യങ്ങൾ, നവമഞ്ജരി, ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിനെ പറ്റി എഴുതി. സമാധി സ്ഥാപ പണ്ഡിറ്റ് കറുപ്പൻ, പിന്നെ അതുപോലെ തന്നെ പഠനഗ്രന്ഥ ചട്ടമ്പി സ്വാമികൾ ജീവിതവും ദർശനവും ടോണി മാത്യു രചിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക.